അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഗോഷിയേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അല്ലേ. എന്താണ് നെഗോഷിയേഷൻ? മക്കളുമായി ചർച്ച ചെയ്യണം, ഓരോ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം, അഡോളസൻസ് ആയിട്ടുള്ള മക്കളോട് അല്ലേ. അപ്പോൾ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചർച്ചിക്കേണ്ടത്, അതിൻ്റെ 5 സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അവസാനം ആൾട്ടർനേറ്റീവ്സും കൊടുക്കണം. എന്ത് ചർച്ചയാണെന്നുണ്ടെങ്കിലും ആ ചർച്ചയിൽ ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുക്കുക. ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അവർ അത് സെലക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും അവർക്കൊരു മെച്ചൂരിറ്റി എത്തും, നമുക്ക് പറയാനുള്ളത് പറയാനും പറ്റും, അവർ സാറ്റിസ്ഫൈഡ് ആവും, അവർ നമ്മോട് ലോയലാവും ചെയ്യും അല്ലേ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ് എന്തായിരിക്കും? പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് പ്രശ്നമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് സോൾവ് ചെയ്യുന്നുള്ളതാണ് സ്കില്ല്. അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, വളർത്തിക്കൊണ്ടുവരണം. ചെറുപ്പം മുതലേ അത് പഠിപ്പിക്കണം, ആ ഒരു സ്കില്ല് കൊടുക്കണം. അത് നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. സൊസൈറ്റിയിൽ നിന്ന്, സോഷ്യലായിട്ട്, ഫാമിലിയിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ കിട്ടേണ്ട സംഗതിയാണിത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ് ഇന്ന് പറയാനുള്ള നമ്മുടെ ടൂൾ. അപ്പോൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം? ഇതിന് 6 സ്റ്റെപ്പാണ് ഈ സ്ട്രാറ്റജിക്ക് ഉള്ളത്. 6 സ്റ്റെപ്പുകളാണ് പ്രോബ്ലം സോൾവിങ് എന്നുള്ള സ്ട്രാറ്റജിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉമ്മയും വാപ്പി എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. ചിലർക്ക് വളരെ സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാൻ കഴിയും, ചിലർക്ക് കഴിയൂല. അപ്പോൾ എങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ആൻഡ് സ്റ്റേറ്റ് ദി പ്രോബ്ലം. എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണം, ഞാൻ സ്കൂൾക്ക് പോകണില്ല, അപ്പോൾ കുട്ടി സ്കൂൾക്ക് പോകണില്ല എന്നുള്ള പറയുന്ന പ്രോബ്ലം. അവരോട് ചോദിക്കുക, എന്താ സ്കൂൾക്ക് പോകാത്തത്? അപ്പോൾ ടീച്ചറിനെ നല്ല അടിക്കുന്നുണ്ട് ഉദാഹരണം. അപ്പോൾ കുട്ടിക്ക് അടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം അതിനുള്ള കാരണം എന്താണ്? അവൻ പഠിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഉദാഹരണം. അപ്പോൾ ഐഡൻറ്റിഫൈ ആൻഡ് സ്റ്റേറ്റ് ദി പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ, അത് ചെറുപ്പത്തിലുണ്ടാവാം, വലുപ്പത്തിലുണ്ടാവാം, കല്യാണം കഴിച്ചതിന് ശേഷം ഫാമിലിയായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം, മരണം വരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ജനിച്ചത് മുതൽ മരണം വരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും, ചെറിയ കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് അസുഖങ്ങളാവും, ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളാവും, ചിലപ്പോൾ കുട്ടിയുടെ കരച്ചിലാവും. പിന്നെ ഓരോ പ്രായത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ആ പ്രശ്നങ്ങളെന്നും ഉണ്ടാവും. അത് സോൾവ് ചെയ്യുന്നതാണ് സ്കില്ല്. അത് സോൾവ് ചെയ്യുന്നിടത്താണ് വിജയം, അല്ല പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിലല്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കും ആ സ്കില്ല് വേണം, നമ്മൾ മക്കളെ പഠിപ്പിക്കുകയും വേണം. അപ്പോൾ ആദ്യം എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം. വെറുതെയാണ് തീരുമാനം എടുക്കുക ചെയ്യരുത്. ഈ മേലാൾക്ക് സ്കൂൾക്ക് വേണ്ട, സ്കൂളിൽ നിന്ന് അടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മയോട് പറയണം ഞാൻ സ്കൂൾക്ക് പോകണം, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. രണ്ടാമത്തത് പ്രോംപ്റ്റ് ആൻഡ് എൻകറേജ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ്. അപ്പോൾ പ്രശ്നം മനസ്സിലായാൽ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് അതിനുള്ള സൊല്യൂഷൻസൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ സ്കൂൾക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടുന്ന് പഠിക്കുക, അതാണ് ഇപ്പോൾ അതിനുള്ള പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ആ ടീച്ചറോട് ഇന്നും പഠിച്ചു പോകുന്നതാണ്. പിന്നെ അപ്പോൾ ടീച്ചർക്ക് നടിയിട്ടില്ല, അതാണ് വേറൊരു ഓപ്ഷന്. മൂന്നാമത്തെ ഓപ്ഷൻ ഈ പഠിച്ചു പോകില്ല, ഞാൻ ടീച്ചറോട് പറഞ്ഞോളാം അടിക്കേണ്ടതെന്നുള്ളത്, അതാണ് വേറൊരു ഓപ്ഷന്. ഇതിലിപ്പോൾ നല്ലൊരു ഓപ്ഷൻ ഏതാ? അപ്പോൾ അവരെന്ത് ചെയ്യുക, അവരെ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് എന്ത് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം അവരെ കൊണ്ട് തന്നെ ഇതിനുള്ള സൊല്യൂഷൻസ് പറയിപ്പിക്കലാണ്. ഒന്നല്ല, പല സൊല്യൂഷൻസും പറയിപ്പിക്കുക. അപ്പോൾ അവർക്കൊരു ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കുട്ടികളിൽ അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ ആദ്യം തന്നെ കുട്ടി പ്രശ്നം ചെയ്യണമെങ്കിൽ എന്താണ് കുട്ടീനെ കൊണ്ട് തന്നെ പ്രശ്നം പറയിപ്പിക്കുക. അപ്പോൾ കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് പ്രശ്നം എന്നുള്ളത്. രണ്ട് കുട്ടീനോട് തന്നെയുള്ള സൊല്യൂഷൻ ഇങ്ങനെ പറയിപ്പിക്കുക സംസാരത്തിലൂടെ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോജിക്കായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങും, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കുട്ടിയുടെ ഡെവലപ്പ് ആവും. അപ്പോൾ എന്നിട്ട് സൊല്യൂഷൻസ് തന്നെ കുട്ടി മുന്നിൽ വെക്കും. എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് ഐഡൻറ്റിഫൈ എ ഫ്യൂ വേസ് ടു ഹാൻഡിൽ ദി പ്രോബ്ലം. അപ്പോൾ ഈ സൊല്യൂഷൻസ് കുട്ടി പറഞ്ഞല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ എ ഫ്യൂ വേസ് ടു ഹാൻഡിൽ ദി പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതല്ലേ പരിഹാരമല്ലേ? അതെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ പരിഹരിക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിച്ചാൽ എന്ത് ചെയ്യും, ഈ സ്കൂൾക്ക് പോകും, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും, എനിക്ക് അടി കിട്ടില്ല ഉദാഹരണം. അങ്ങനെ അതിനുള്ള വഴികൾ നമുക്ക് കണ്ടത്. അപ്പോൾ എനിക്ക് പഠിക്കലോ വേണ്ടി, അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ കഴിയാത്ത കാരണം എന്താ, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പറ്റിയ സമയം എപ്പോഴാണ്, രാവിലെയാണ്. അങ്ങനെ രാവിലെ ഒന്നുകൂടി നേരത്തെ എണീറ്റാൽ മതി, ഞാൻ വിളിച്ചുകൊണ്ട് ഈ പഠിക്കുമോ ഉദാഹരണം. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള, അത് കൈകാര്യം ചെയ്യാനുള്ള കുറച്ച് സൊല്യൂഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. രണ്ടതിനുള്ള സൊല്യൂഷൻസ് കുട്ടീനെ കൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടിയിട്ട് എന്ത് ചെയ്യുക, കണ്ടെത്തുക. അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ഗോ ത്രൂ ഈച്ച് സ്ട്രാറ്റജി ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ്സ് കോൺസിക്വൻസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ സൊല്യൂഷൻസ് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇത് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം. ഇപ്പോൾ സ്കൂളിൽ നിർത്തി, അങ്ങനെയുള്ള പ്രശ്നം എന്താ, പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, പിന്നെ പഠിക്കാൻ പറ്റില്ല, പിന്നെ കുട്ടി പഠിക്കാതെ വളരും, ഇപ്പോൾ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയാവും, നല്ല ജോലിയൊന്നും കിട്ടില്ല, സ്റ്റാറ്റസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഓപ്ഷൻ. ടീച്ചറോട് അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ
അപ്പോൾ ഈ ഒന്നും പഠിക്കാതെ പോകും ടീച്ചർ എന്നൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, അപ്പോൾ ഈ പഠിക്കില്ല, അപ്പോഴും എനിക്ക് മാർക്ക് ഉണ്ടാവില്ല, പരീക്ഷയിൽ ഫെയിലാവും. അല്ലെങ്കിൽ ഈ ഉഷാറായി പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ടീച്ചർ എന്നെ അടിക്കൂല, ടീച്ചർക്ക് വളരെ സന്തോഷമാവും, നല്ല മാർക്കും ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനെയും കോൺസിക്വൻസ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, കുട്ടിയോട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടി ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. വലിയ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച്, ചെറിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് കേട്ടോ. ഗോ ത്രൂ ഈച്ച് സ്ട്രാറ്റജി ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ്സ് കോൺസിക്വൻസസ്. ഓരോ പ്രശ്നം എന്താണ് ഇങ്ങനെ സംസാരിച്ചിട്ട് അത് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളൊക്കെ ചർച്ച ചെയ്യുക. 5ാമത്തെ ഓപ്ഷനാണ് സെലക്ട് ദ സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദ ബെസ്റ്റ് കോൺസിക്വൻസ്. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാ? ഇതാണ്. ഈ ഒന്ന് രാവിലെ പഠിച്ചാൽ എനിക്ക് സമയം പഠിക്കാൻ നേരം കിട്ടില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ സുബൈക്ക് വെച്ച് വിളിച്ചോണ്ട്, അല്ലെങ്കിൽ നേരത്തെ വെച്ച് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരത്തെ പഠിക്കാതിരുന്നാൽ മതി, അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ ഏറ്റവും നല്ല സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. 6ാമത്തെ സ്റ്റേജാണ് റോൾ പ്ലേ ദ സിറ്റുവേഷൻ ആൻഡ് സെലക്റ്റഡ് സൊല്യൂഷൻ. നമ്മൾ കണ്ടെത്തിയ ഒരു പരിഹാരം ഉണ്ടല്ലോ, ആ പരിഹാരം പിന്നെ പ്രാക്ടീസ് ചെയ്യുക, തുടങ്ങുക. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ വലിയ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ, ചെറിയ കുട്ടികളാണെങ്കിലും, അഡോളസൻസ് ആണെങ്കിൽ വിശിഷ്യ പ്രോബ്ലം സോൾവിങ് ഒരുപാടുണ്ടാവും. ചെറിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കും. നമ്മൾ പ്രോബ്ലമാണ് കേൾക്കുമ്പോൾ തന്നെ പരിഹാരം ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മുരടിപ്പിക്കലാണ് ശരിയായ രീതിയല്ല. നേരെ മറിച്ച് എന്താണ് പ്രശ്നം എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, എന്നിട്ട് സൊല്യൂഷൻസ് അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ പറയിപ്പിക്കുക, എന്നിട്ട് അതിന് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്നുള്ള, ആ സൊല്യൂഷൻ നടപ്പിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ അവരോട് കൂടി ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തിട്ട് ഇതിൽ ഓരോന്ന് ചെയ്താലും എന്തൊക്കെ ഉപകാരങ്ങളും പ്രശ്നങ്ങളും ഉള്ളത്, ദോഷങ്ങളും ഗുണങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇതിൽ നമുക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് അത് നടപ്പിലാക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഈസ് ദി പ്രോബ്ലം സോൾവിങ്. വിശേഷിച്ച് അത് അഡോളസൻസിനോട് പ്രത്യേകം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കീപ്പ് ചെയ്യണം. കാരണം അവരെന്താണ്, അവെയറാണ്, ബോധേഡാണ്. മാത്രമല്ല ഇങ്ങനെ ചെയ്താൽ ഉപകാരം എന്താ വെച്ചാൽ അവരുടെ ബ്രെയിനിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ സ്വഭാവത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും. അവരുടെ ചിന്തകളെ, ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക് തിങ്കിങ് ഒക്കെ അവരിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത് നെർച്ചറിങ് ഫാമിലി എൻവയൺമെൻറ്റ് എന്നുള്ളൊരു വിഷയത്തിലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.